السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വത്സലനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഒരുത്തിനോടും ചോദിക്കാൻ പാടില്ലാത്ത, കൈ നീട്ടാൻ പാടില്ലാത്ത, ആവശ്യപ്പെടാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച. സുഹൃത്തുക്കളെ, നാം ചിന്തിക്കുന്നതിൻ്റെ ഒരുപാട് അപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. നാം എവിടെയും ഒറ്റയാണ്. ഇന്ന് നമ്മളെ സഹായിക്കാൻ പല ആളുകളും ഉണ്ടാവും. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മറ്റല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന രക്ഷിതാക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, അതുപോലെ തന്നെ നേതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ പാർട്ടി സംവിധാനങ്ങൾ, പല ആളുകളും നമ്മളെ സഹായിക്കാനുണ്ട് എന്നുള്ള ഒരു ധാരണ, അത് വെറും ഒരു ധാരണ മാത്രമാണ്. നാം എവിടെയും ഒറ്റക്കാണ്, തനിച്ചാണ്. ഈ കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നതും സംവിധാനിക്കുന്നതും ആരാണ് എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഞാൻ ഈ ദുന്യാവിലേക്ക് വന്നത് തനിച്ചല്ലേ, ഒറ്റക്കല്ലേ. ഇവിടുന്ന് പോകുന്നതും ഒറ്റക്കാണ്. പക്ഷെ ഇവിടെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ചില ഇടപാടുകൾ, ചില സമ്പർക്കങ്ങൾ, ചില കാര്യങ്ങളുടെ ഇടപെടലുകൾ ഒക്കെ നമ്മൾക്ക് ഉണ്ടായേക്കാം. അതുകൊണ്ടൊന്നും നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മെ ഒരാളും സഹായിക്കുകയില്ല, ഒരാൾക്കും സഹായിക്കാൻ കഴിയുകയും ഇല്ല. ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണത്തിലൂടെ ഞാൻ ആ കാര്യം നിങ്ങളുടെ മുമ്പിൽ വെക്കാവുന്നതാണ്. ഒന്ന്, നമുക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു തലവേദന ഉണ്ടായി, ഉഗ്രമായ തലവേദന. ആ സമയത്ത് ഡോക്ടറെ സമീപിച്ചു. ഡോക്ടർ, ഇതൊരു മാരകമായ രോഗമാണ്, ഇത് അത്ര പെട്ടെന്ന് സുഖപ്പെടുന്നതല്ല എന്ന് പറഞ്ഞാൽ, സുഹൃത്തുക്കളെ, നമ്മുടെ മാതാപിതാക്കളുണ്ടാവും, കൂട്ടുകുടുംബങ്ങളുണ്ടാവും, സന്താനങ്ങളുണ്ടാവും, ഒറ്റവരും ഉടയവരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷേ ഈ വേദന സഹിക്കുന്നത് അവൻ മാത്രമാണ്. മറ്റുള്ള ആളുകൾ പറയാം, കുറേശ്ശെ ഞങ്ങൾക്ക് തന്നാൽ അവന് കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാൽ, അതിനുവേണ്ടി പ്രവർത്തിച്ചാൽ, അതിനുവേണ്ടി പ്രയത്നിച്ചാൽ അത് നടക്കുകയില്ല. കാരണം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. മറിച്ച് ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരാളും നമ്മളെ സ്വന്തമായി സഹായിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. ആ സഹായം, അതല്ലെങ്കിൽ ആ ശമനം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടപെടലുകളിലൂടെ നമ്മുടെ കാര്യം നേടണമെങ്കിൽ തീർച്ചയായും ഖാലിഖായ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് മാത്രം തീരുമാനിച്ചെങ്കിൽ അത് നടപ്പിലാകുകയുള്ളൂ. മനസ്സിലായാലും നമ്മളൊക്കെ ഒറ്റയാണ്. സുഹൃത്തുക്കൾ, നമ്മളെ ആർക്കും വേണ്ടിയില്ല. ഇന്ന് നമ്മുടെ കണ്ണിന് വിലയുണ്ട്, നമ്മുടെ കാതിന് വിലയുണ്ട്, നമ്മുടെ ഹാർട്ടിന് വിലയുണ്ട്, നമ്മുടെ കിഡ്നിക്ക് വിലയുണ്ട്, ഓരോ പാർട്സിനും വിലയുണ്ടെങ്കിൽ നമ്മളെ ഒരാൾക്കും വേണ്ടാത്ത ഒരു അവസരം വരുന്നുണ്ട്. ഒരാൾക്കും വേണ്ടില്ല. സ്വന്തം മാതാപിതാക്കൾ വളരെ അങ്ങേയറ്റം സ്നേഹിച്ച് വളർത്തുന്ന ഇവർക്കൊക്കെ നമ്മളെ ആവശ്യം എപ്പോഴാണ്? ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം. അതില്ലെങ്കിൽ ഈ പ്രകാശിക്കുന്ന ബൾബ് പീസായാൽ വലിച്ചെറിയുന്നത് പോലെ നമ്മളെ കൊണ്ടുപോയിട്ട് 6 അടി മണ്ണിന്റെ ചോട്ടിലാക്കും. ആർക്കും വേണ്ടിയില്ല. എന്നാൽ ഇതിനൊക്കെ സംവിധാനിച്ച് ഭക്ഷണം നൽകി നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഖാലിഖായ ഉടമസ്ഥനായ റബ്ബ് നമ്മൾക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ നമ്മൾക്ക് ഭക്ഷണം ഭക്ഷിപ്പിച്ചതും, അതുപോലെ തന്നെ നമ്മൾക്ക് വെള്ളം നൽകി, അതുപോലെ നമ്മുടെ ശരീരത്തെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സംവിധാനിച്ച റബ്ബ് ഇവിടെ ഒരു ഇഷ്ടാനുസരണ സ്വാതന്ത്ര്യം തന്നു. ബാക്കിയുള്ളതൊക്കെ ആരാ നിയന്ത്രിച്ചത്? ഉമ്മാന്റെ ഗർഭാശയത്തിൽ കഴിച്ചു കൂട്ടിയ 10 മാസ കാലയളവ് ഭക്ഷണം നൽകി, വെള്ളം നൽകി, വായു നൽകി, ഒരു മനുഷ്യ ജീവിതത്തിന് ആധാരമായ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു തആല അവിടെ സംവിധാനിച്ചില്ലേ? ആ റബ്ബ് തന്നെയാണ് ഇവിടെയും നമ്മളെ സംരക്ഷിക്കുന്നതും നമ്മളുടെ കാര്യങ്ങൾ അംഗീകരിക്കുന്നതും. അതുകൊണ്ട് ഒരാളോട് നമ്മൾ ചോദിക്കാൻ പാടില്ല. അത് ഖാലിഖായ ഉടമസ്ഥനായ റബ്ബിനോട് മാത്രം ചോദിക്കുക എന്നുള്ളതാണ്. അവനെ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ കഴിയുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വേദന
കുറേശ്ശെ ഓരോരുത്തരായിട്ട് സാധ്യമല്ല. തനിക്ക് വന്ന് താൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തനിക്ക് താൻ മാത്രമാണ്. നാം വായു ശ്വസിക്കുന്നു, പകരം ഒരാള് കിട്ടുമോ? ഇല്ല. ഭക്ഷണം വഹിക്കുന്നില്ലെങ്കിൽ മറ്റുള്ള പകരം കിട്ടുമോ? ഇല്ല. കുറേശ്ശെ എല്ലാവരും കഴിച്ചിട്ട് ഭക്ഷണമാക്കാൻ പറ്റില്ല. ഇങ്ങനെ എല്ലാ കാര്യത്തിലും സുഹൃത്തുക്കളെ മനുഷ്യൻ തനിച്ച ഈ ഒരു ബോധം മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യൻ രക്ഷപ്പെടും. ഒരുത്തന്റെ ശരീരത്തെ ഒരുത്തൻ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ അവന്റെ യജമാനനെ റബ്ബിനെ മനസ്സിലാക്കി. ഒരു കവി പറയുന്നത് കേൾക്കാം നമുക്ക്. അല്ലാഹു യഗ്ളുബു ഇൻ തറക്ത സുആലഹു വബുനയ്യ ആദമ ഹീന യുസ്അലു യഗ്ളബു. ലാ തസ്അലന്ന ബുനയ്യ ആദമ, തീർച്ചയായും നീ ആദമിന്റെ സന്തതികളോട് അഥവാ മനുഷ്യരോട് ഒന്നും തന്നെ ചോദിക്കണ്ട. ഹാജത്തിന്റെ ആവശ്യങ്ങളെ ബുനയ്യ ആദമ ഹാജത്തൻ, മനുഷ്യരോട് നിന്റെ ആവശ്യത്തിന് നീ പറയണ്ട, നീ ചോദിക്കണ്ട. വസലില്ലരി, ഒരുത്തനോട് ചോദിച്ചോ. വസലില്ലരി, ഒരുത്തനോട് ചോദിച്ചോ. അബ്വാബുഹു ലാ തുഹ്ജബു, ആ ചോദ്യത്തിന്റെ കവാടം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കവാടം എന്നും തുറന്നു വെച്ചതാണ്, അത് അടക്കപ്പെടുകയില്ല. അങ്ങനത്തെ റബ്ബിനോട് നീ ചോദിച്ചോ. അല്ലാഹു യഗ്ളുബു, നേരെ മറിച്ച അല്ലാഹു യഗ്ളുബു ഇൻ തറക്ത സുആലഹു, അള്ളാഹു ആവുന്നത് യഗ്ളുബു, അവന് ദേഷ്യം വെക്കും, ദേഷ്യമാകും, ഈറയാകും. ഇൻ തറക്ത സുആലഹു, അവനോടുള്ള ചോദ്യത്തെ നീ ഉപേക്ഷിച്ചാൽ, അള്ളാഹിനോട് ചോദിക്കലിനെ നീ ഉപേക്ഷിച്ചാൽ അള്ളാഹ്ക്ക് ദേഷ്യമാകും. വബുനയ്യ ആദമ ഹീന യുസ്അലു യഗ്ളബു, മനുഷ്യനോടാ ചോദിക്കുന്ന അവൻ ചോദിക്കാൻ ദേഷ്യം പിടിക്കും അല്ലേ. ഒരു കാര്യം പരിഗണന കഴിഞ്ഞ് രാവിലെ വാ, വൈകുന്നേരം വാ, ഉച്ചക്ക് വാ. രാവിലെ ചെല്ലാൻ സമയത്ത്, രാത്രി ചെല്ലാൻ സമയത്ത് അവനിപ്പോൾ രാത്രി ഒഴിവുണ്ടാവില്ല, ഉറങ്ങായിരിക്കും. ഉച്ചക്കാവുമ്പോഴാണ് അപ്പം ഭക്ഷണം കഴിച്ച് ഉറക്കും. ഇല്ലാത്ത സന്ദർഭത്തിലോ വിശ്രമത്തിലാണ്. രാവിലെ ആകുമ്പോൾ അത്ര നേരത്തെ പോകാൻ പറ്റില്ല, കണി കാണണ്ട. അതുപോലെ തന്നെ വൈകുന്നേരമായാലോ ഇപ്പൊ ആ സമയമാണ്, എപ്പോഴും ഒഴിവായി. ഇനി അവനോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലോ അവന് ദേഷ്യമായിരിക്കും. തരാനൊക്കെ തരും, പറയൊക്കെ. പക്ഷേ അള്ളാഹ് പറഞ്ഞതാണ്, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതാണ്, എന്നോട് ചോദിച്ചോ, ഉത്തരം ഞാൻ നൽകും. എന്നോട് ചോദിച്ചോ, അതിന് ഉത്തരം ഞാൻ നൽകും. നിന്നെ ആലമുൽ അർഹാമൽ അർവാഹ്, ഈ ലോകം നീ കഴിഞ്ഞു പോയതാണ്. ആ കഴിഞ്ഞു പോയ ലോകത്ത് നിന്നെ ഏതെല്ലാം നിലയിൽ ഞാൻ സംരക്ഷിച്ചോ, നിന്നെ ഞാൻ സംരക്ഷിക്കും. അള്ളാഹ് പറയാണ്. അപ്പോ മനുഷ്യനോട് ചോദിക്കുമ്പോഴേ ആ സന്ദർഭത്തിൽ മനുഷ്യൻ ദേഷ്യം പെടും. അവൻ പിന്നെ കഴിഞ്ഞ പ്രാവശ്യമാണ് കൊണ്ടുപോയത്, ഇന്നലെ ഇങ്ങോട്ട് ചോദിച്ചു, അത് ഞാൻ കൊടുത്തു. കഴിഞ്ഞ മാസം ചോദിച്ചു, അത് കൊടുത്തു. പിന്നെയും ചോദിക്കുക, മനുഷ്യൻ ദേഷ്യമായിരിക്കും. പക്ഷെ ഒരു കാലത്തും കവാടം, റഹ്മത്തിന്റെ കവാടം, ആ ചോദിക്കാനുള്ള അവസരങ്ങളെ ഒരിക്കലും തടഞ്ഞു വെക്കാത്ത റബ്ബ് നിനക്കുണ്ട്. ആ റബ്ബിനോട് നീ ചോദിച്ചു. തീർച്ചയായും ആദം സന്തതികളോട്, മനുഷ്യരോട് നിന്റെ ആവശ്യത്തിന് നീ ചോദിക്കണ്ട, നീ പറയണ്ട. വസലില്ലദീ, ഒരുത്തനോട് ചോദിച്ചോ. അബ്വാബുഹു ലാ തുഹ്ജബു, അതിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയില്ല. അല്ലാഹു യഗ്ളുബു ഇൻ തറക്ത സുആലഹു വബുനിയ ആദമ ഹീന യുസ്അലു യഗ്ളബു. അള്ളാഹ് ചോദിക്കാനല്ല ദേഷ്യം, അള്ളാഹിനോട് ചോദിക്കാനേ ദേഷ്യം. പക്ഷേ ആദം സന്തതികളോട് ചോദിച്ചാൽ, മനുഷ്യരോട് ചോദിച്ചാൽ അവനെ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടും. അപ്പോ ചോദിക്കുന്നത് ആരോട് ചോദിക്കണം? അവിടെയൊക്കെ സംവിധാനിച്ച ഈ ദുന്യാവിലേക്ക് വരുന്നതിന് മുമ്പ് ഉള്ള ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഇടപെടലില്ലാതെ, നമ്മുടെ വികാരങ്ങളില്ലാതെ, നമ്മുടെ ഒരു ചിന്ത പോലും ഇല്ലാതെ നമ്മളെ സംരക്ഷിച്ചവനാരോ അവനോട് ചോദിച്ചോ. മൻ തകഫല ലീ അൻ ലാ യസ്അല അന്നാസ ശൈഅൻ വഅതകഫല ലഹുൽ ജന്ന. അങ്ങനെ ഹദീസിൽ കാണാം. മൻ തകഫല ലീ, എനിക്കാരെങ്കിലും ജാമ്യം നിന്നാൽ, എന്നോട് ആരെങ്കിലും സാക്ഷി നിൽക്കുകയാണെങ്കിൽ, എന്താ, അല്ലാ യസ്അല അന്നാസ ശൈഅൻ, ഒരു വസ്തു ഒരാളോട് ചോദിക്കൂലാണ്. വഅതകഫല ലഹുൽ ജന്ന, ആ മനുഷ്യന് ഞാൻ സ്വർഗം കൊണ്ട് സാക്ഷി നിൽക്കുന്നു. അപ്പം നമ്മുടെ ഇടപാടൊന്നും ചോദിക്കണ്ടേ? ആവശ്യമായ കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ? ചോദിക്കണം. ചോദിക്കേണ്ടത് ചോദിക്കണം, ചോദിക്കേണ്ടവരോട് ചോദിക്കണം, ചോദിക്കേണ്ടത് ചോദിക്കണം, ചോദിക്കേണ്ടെന്നുള്ളതില്ല. പക്ഷേ
ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ ഏതൊക്കെ 2-3 കാര്യങ്ങൾ 5-6 കാര്യങ്ങൾ ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരു ഹദീസിൽ കാണാം, ലൗ തഅലമൂന മാ ഫി സുആലി മാ മശാ അഹദുൻ ഇലാ അഹദിൻ യസ്അലു ശൈആ. ലൗ തഅലമൂന മാ ഫി സുആലി, ഈ ചോദിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിന്റെ അനന്തരഫലം, അതിന്റെ ഭവിഷ്യത്ത് അവർ അറിയുകയാണെങ്കിൽ, മാ മശാ അഹദുൻ, ഒരുത്തനും നടക്കുകയില്ല, ഇലാ അഹദിൻ, ഒരുത്തനിലേക്കും, യസ്അലു ശൈഅൻ, ഒരു കാര്യം ചോദിക്കാം, ഒരുത്തനിലേക്കും ആ ചോദ്യത്തിന്റെ ഭവിഷ്യത്ത് അറിയുകയാണെങ്കിൽ, മനുഷ്യനോട് ചോദിച്ച് നടക്കുന്നതിന്റെ ആ ഭവിഷ്യത്ത് അവൻ അറിയുകയാണെങ്കിൽ, തീർച്ചയായും അവൻ എന്താവില്ല, ആ പരിപാടിക്ക് പോകൂല, അവൻ അങ്ങോട്ട് നടക്കുകയില്ല, അവൻ അറിയുകയാണെങ്കിൽ. പക്ഷേ ഒരു കാര്യം, എല്ലാം സുഹൃത്തുക്കളെ നമ്മൾ വിചാരിക്കും, അപ്പൊ എനിക്ക് എൻ്റെ മകളെ കല്യാണം ഉണ്ടല്ലോ, ഞാൻ പൈസ ചോദിക്കണ്ടേ, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നിറവേറ്റാൻ ആരെ തരിക, അപ്പൊ എനിക്ക് പറയണ്ടേ? നീ പറയാതെ നിന്റെ ആവശ്യങ്ങൾ വീട്ടിത്തരാൻ കഴിവുള്ളവനാണ് ഖാലിഖായ ഉടമസ്ഥനായ റബ്ബ് മുസബ്ബിബുൽ അസ്ബാബാണ്. കാര്യകാരണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ പൂർത്തീകരിച്ചു തരും. നീ പറഞ്ഞില്ലെങ്കിലും നിന്റെ സ്വന്തക്കാരൻ, നിന്റെ കൂട്ടുകാരല്ലെങ്കിൽ നിന്റെ ഉറ്റവര്, അല്ലെങ്കിൽ നിന്നെ അങ്ങേറ്റം സ്നേഹിക്കുന്ന ആളുകൾ, നിന്റെ അടുത്ത് സാമ്പത്തികമായി ഒന്നുമില്ലെങ്കിലും ശരി, അവനെ സഹായിക്കൽ നിർബന്ധമാണ്. നീ അറിയാതെ നിനക്ക് തരും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിൽ പറയുന്നത് കാണാം, തവക്കുല് എല്ലാം അള്ളാഹനെ ഫലമേൽപ്പിച്ചാൽ, ലോ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖു അത്വയ്ർ തഗ്ദു ഖിമാസാ വതറൂഹു ബിതാനാ. തീർച്ചയായും, ലോ അന്നകും, തീർച്ചയായും നിങ്ങളാകുകയാണെങ്കിൽ, തതവക്കലൂന അലല്ലാഹ്, അള്ളാഹിന്റെ മേലിൽ ഫലമേൽപ്പിക്കുകയാണെങ്കിൽ, എന്നെ ആരും സഹായിക്കാനില്ല, നീ ഒരുപാട് കൂടി സഹായിച്ചാലും ആ സഹായം എനിക്ക് എന്താവില്ല, പ്രായോഗികമാവൂല, അതെനിക്ക് ഉപകാരമാവൂല. അതുകൊണ്ട് എന്നെ സഹായിക്കാനുള്ളത്, എന്റെ കാര്യങ്ങൾ നിറവേറ്റിത്തരാനുള്ളത് ഖാലിഖായ ഉടമസ്ഥൻ മാത്രമാണ് എന്നാണ് തവക്കല്. അങ്ങനെ ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് തവക്കുലാക്കുകയാണെങ്കിൽ, ഹക്ക തവക്കുലിഹി, തവക്കുലാക്കേണ്ട വിഷയം അതേപോലെ അള്ളാഹിലേക്ക് ഭരമേൽപ്പിക്കേണ്ട ആ രീതിയിൽ ഭരമേൽപ്പിച്ചാൽ, ലറസഖകും, അവർക്ക് ഭക്ഷണം നൽകും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തവക്കുലാക്കുന്ന ആളുകൾക്ക് ലറസഖകും കമാ യർസുഖു അത്വയ്ർ, പക്ഷികൾക്ക് ഭക്ഷണം നൽകും പോലെയാണ്, പക്ഷികളുടെ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് പോലെ. തഗ്ദു ഖിമാസാ വതറൂഹു ബിതാനാ, ഒട്ടിയ വയറുമായി കൊണ്ട് ഒട്ടിവിടുന്ന പ്രഭാതത്തിൽ അത് പറന്നു പോവുകയും വൈകുന്നേരമാകുമ്പോഴേക്ക് വയറ് നിറച്ച് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണവുമായി കൊണ്ട് തിരിച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പക്ഷികൾക്ക് നാളേക്ക് വേണ്ടി സമ്പാദിക്കണമെന്നില്ല, നാളേക്കുള്ള അവസ്ഥ എന്താണെന്ന് വേണ്ട ചിന്തിക്കണില്ല, കൂടാതെ വീടിൻ്റെ ഇല്ല, ഒന്നുമില്ല. ഇതുപോലെ റബ്ബുൽ ഇസ്സത്തിലേക്ക് തവക്കുലാക്കുന്ന മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭക്ഷണം നൽകും, സകലത്തര കാര്യങ്ങളും അവന് നിറവേറ്റി കൊടുക്കുമെന്നാണ്. അപ്പോൾ ചോദിക്കുക അള്ളാഹുവിനോട്, നമ്മളെ ഖാലിഖായ ഉടമസ്ഥനോട്, അല്ലാതെ ഒരാൾക്കും നമ്മളെ കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയുകയില്ല. പൊട്ടിക്കാരഞ്ഞ റബ്ബിനോട് ഒരു ആവശ്യം ചോദിച്ചാൽ ചോദിക്കുന്നിടത്തോളം അല്ലാഹു തആലക്ക് ഇഷ്ടമാണ്. സൃഷ്ടികൾ നേരെ മറിച്ചാ ചോദിക്കുന്നിടത്തോളം അവർക്ക് വെറുപ്പവനെ കാണാനും വെറുപ്പായിരിക്കും. എന്തൊക്കെ നമ്മൾ ചോദിക്കാൻ പാടില്ലാത്തത്? നമ്മൾ അള്ളാഹിനോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട പോലെ തന്നെ റബ്ബിനോട് ചോദിക്കും. ജനങ്ങളോട് ചോദിക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ലാ തസ്അലു വജ്ഹല്ലാഹ്, ജനങ്ങളോട് ചോദിക്കുമ്പോഴേ അള്ളാഹുവിന്റെ വജ്ഹ് കൊണ്ട് എന്തെങ്കിലും തരണം, വജ്ഹുല്ലാഹി വിചാരിച്ച് നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരണം എന്ന് ചോദിക്കാൻ പാടില്ല. വജ്ഹുല്ലാഹി മുന്നിൽ വെച്ചുകൊണ്ട് ജനങ്ങളോട് ചോദിക്കാൻ പാടില്ല. അല്ലാ തസ്അല അഹദ് മിനൽ മഖ്ലൂഖീന ബിവജ്ഹില്ലാഹ്, ഒരു മഖ്ലൂഖിനോടും അല്ലാഹുവിന്റെ വജ്ഹ് മുന്നിൽ വെച്ചുകൊണ്ട് ആ ഒരു പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ചോദിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ വജ്ഹ് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ടതാണ്. എന്താ ചോദിക്കേണ്ടത്? ഫിർദൗസിനെ, സ്വർഗത്തിനെ ചോദിക്കാം. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹ് കൊണ്ട് ചോദിക്കേണ്ടത് സ്വർഗമാണ്. സ്വർഗം ചോദിക്കുമ്പോൾ ഏതാ ചോദിക്കേണ്ടത്? ജന്നാത്തുൽ ഫിർദൗസാണ് ചോദിക്കേണ്ടത്. ഫൈദാ സഅൽതും ഫസ്അലുൽ ഫിർദൗസ എന്ന് കാണാം. നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് ചോദിച്ചോ. ഏറ്റവും ഉയർന്ന പദവി. നമ്മൾ വിചാരിച്ചോ ഞാൻ ഇങ്ങനെ തന്നെയാണല്ലോ, എനിക്ക് ഏതായാലും ഇപ്പം ഞാനിപ്പോൾ ഏതായാലും വലിയ ക്യാമ്പലോ ഈ ഭാഗത്തൊന്നും ഇല്ലാത്തവനാണ്, അപ്പം എനിക്ക്
സ്വർഗത്തിന് താഴ്ന്ന പടിയെ എനിക്ക് കിട്ടുള്ളൂ എന്നുള്ള വിചാരം അത് വേണ്ടാണ്. അള്ളാഹുവിൻ്റെ സ്വർഗം, അള്ളാഹുവിൻ്റെ ആ കരുണ, റഹ്മത്ത്, അവൻ്റെ ഗുണങ്ങൾ, സ്വർഗം എത്രമാത്രം വലുപ്പം, 7 ആകാശം ഭൂമിയും വിശാലമായ സ്വർഗമാണ്. അത് ജന്നാത്തുൽ ഫിർദൗസ് ഏറ്റവും ഉയർന്നതാണ്. അതന്നെ ചോദിച്ചോളൂ. അതന്നെ ചോദിക്കണം നിങ്ങൾ, നമ്മളത് ചോദിക്കണം. അപ്പൊ അള്ളാഹ് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ, അള്ളാഹ് ഈ ലോകത്തുള്ള മനുഷ്യന്മാർക്ക് എല്ലാവർക്കും പാടെ ജന്നാത്തുൽ ഫിർദൗസ് അല്ല, അത് ഇനി എല്ലാ സ്വർഗവും പാടെ ഒരാൾ കൊടുത്താലും, ഒരു സമുദ്രത്തിലേക്ക് ഒരു സൂചി അങ്ങോട്ട് താഴ്ത്തിയിട്ട് ദഹല പ്രവേശിപ്പിച്ചിട്ട് അതങ്ങോട്ട് മേലോട്ട് ഉയർത്തിയാൽ എത്രമാത്രം അതിൽ വെള്ളം ശേഷിക്കുന്നോ അതുപോലെ ആയിരിക്കും. അതുകൊണ്ട് ജനങ്ങളോട് ചോദിക്കാൻ പാടില്ല, അള്ളാഹുവിന്റെ പേര് വിചാരിച്ചിട്ട് എന്തെങ്കിലും തരണേ, ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ നിത്യാവശ്യങ്ങളും അതുപോലെ തന്നെ ഇടപാടുകളിലെ ചോദ്യങ്ങളല്ല പറയുന്നത് കേട്ടോ, അത് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ലാ തസ്അലുൽ ഇമാറത, ഇമാറത്തിനെ ചോദിക്കാൻ പാടില്ല. അധികാരങ്ങൾ, നമ്മൾ അധികാരങ്ങൾ ചോദിച്ചു വാങ്ങാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ സമ്രത്ത് എന്ന് പറയുന്ന ഒരു സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്രേ, ലാ തസ്അലുൽ ഇമാറത, അധികാരം നീ ചോദിക്കണ്ട. ഫഇന്നക ഇൻ അഅതൈതഹ അൻ ഗൈരി മസ്അലത്തിൻ അഅൻത അലൈഹ ഫഇൻ അഅതൈതഹ അൻ മസ്അലത്തിൻ വക്കൽത. എന്താണ്, നീ ചോദിച്ചു വാങ്ങിയാൽ അത് നീ മാത്രമായിരിക്കും. അല്ല, നിനക്ക് ജനങ്ങൾ അത് ഏൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. നമ്മൾ ചോദിച്ചു വാങ്ങി അന്ന് എല്ലാവരും സ്ഥാനത്തിന് വേണ്ടി നട്ടോട്ടം പോകുന്ന ആളുകളാണ്. എന്നാൽ അത് ചോദിച്ചു വാങ്ങിയാലേ അതുകൊണ്ട് പിന്നെ അള്ളാഹിന്റെ സഹായം ഒന്നും ഉണ്ടാവില്ല. നേരെമറിച്ച് ജനങ്ങളത് നിർബന്ധപൂർവ്വം നമ്മൾക്ക് നൽകുകയാണെങ്കിൽ അതിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. തിരികെ പറഞ്ഞ അതാണ്. ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം അതാണ്, നമ്മൾ സ്ഥാനങ്ങൾ ചോദിക്കാൻ പാടില്ല, അല്ലേ? അതുപോലെ അധികാരം ചോദിക്കാൻ പാടില്ല. അതുപോലെ സ്ഥാനങ്ങൾ, അധികാരങ്ങളും സ്ഥാനങ്ങളും, ചില ആൾക്കാർക്ക് സ്ഥാനത്തിന് വലിയ ആഗ്രഹമായിരിക്കും, സമ്പത്തിലേറെ ആഗ്രഹം സ്ഥാനത്തിലായിരിക്കും. ജനങ്ങളുടെ അടുക്കൽ നീ എന്ത് ചെയ്യണ്ട, സ്ഥാനമാനങ്ങളെ ആഗ്രഹിക്കേണ്ട. അങ്ങനെ നീ ജനങ്ങളുടെ അടുക്കൽ സ്ഥാനത്തെ ആഗ്രഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നീ സ്ഥാനത്തെ ആഗ്രഹിക്കേണ്ട. അതാണ് ജനങ്ങളുടെ സ്ഥാനമാനങ്ങൾ ചോദിക്കാൻ പാടില്ല. അത് നീ ചോദിക്കുന്ന പക്ഷം അള്ളാഹുവിന്റെ അടുക്കൽ നിനക്ക് സ്ഥാനം ഉണ്ടാകുകയില്ല. ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്തെന്നറിയോ? ആവശ്യമില്ലാത്ത ആഡംബരത്തിന് വേണ്ടി, ഭംഗിക്ക് വേണ്ടി, മോടി പിടിപ്പിക്കാൻ വേണ്ടി, ഒരാവശ്യവുമില്ലാത്ത ആവശ്യം, അത്യാവശ്യം രണ്ടാണ്. അങ്ങനത്തെ ചില കാര്യങ്ങൾ സമ്പത്ത് പെരുപ്പിക്കാൻ വേണ്ടിയിട്ട്, ഉള്ളതിലെ വില അട്ടിവെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആഡംബരത്തിന് വേണ്ടിയിട്ട്, ഭംഗിക്ക് വേണ്ടിയിട്ട്, അതും നമ്മൾ ചോദിക്കാൻ പാടില്ല. നിനക്ക് ആവശ്യമില്ലാത്തത് നീ തേടിയാൽ ആവശ്യമുള്ളതും നിനക്ക് നഷ്ടപ്പെട്ടു പോകും. ആവശ്യമില്ലാത്തത് നമ്മൾ ആവശ്യപ്പെട്ടാൽ ആവശ്യമുള്ളതും നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതാണ് നാലാമത്തെ കാര്യം. നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മോടി പിടിക്കാൻ ഭംഗിക്ക് വേണ്ടി, അതല്ലെങ്കിൽ അതുകൂടി കൂടിയാൽ ലേശം കൂടി കുറച്ച് കൂടുതൽ സമ്പത്ത് ഉണ്ടാവുമല്ലോ, ഇത് ചോദിക്കാൻ പാടില്ല. അഞ്ചാമത്തെ കാര്യം, നീ നേടിയെടുത്ത ഇൽമ്, ആ ഇൽമ കൊണ്ട് ദുന്യാവിനെ തേടാൻ പാടില്ല. ദുന്യാവിനെ ചോദിക്കാൻ പാടില്ല. ഇൽമ, അള്ളാഹുവിന്റെ അറിവ്, അറിവ് കൊണ്ട് ഇവിടെ കഴിഞ്ഞു പോയ മഹാന്മാര് മുഴുവനും വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് പ്രബോധനം നടത്തിയത്. അപ്പോൾ ഇൽമ കൊണ്ട് ദുന്യാവിനെ ചോദിക്കാൻ പാടില്ല. എന്നാണ് വലിയ ആലിം. ആലിമി രണ്ടാണ്, ദുന്യവിയായ ആലിമ്, ഉഹ്റവിയായ ആലിം. ദുന്യവിയായ ആലിമിന് ചില അടയാളങ്ങൾ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം ഉഹ്റവിയായ ആലിമിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ദുന്യവിയായ ആലിമിന്റെ ഉദാഹരണമാണത്. വലിയ ആലിമിൻ ഉഹ്റ അലാമാതു
ഉഖ്റവിയായ ആലിമിനെ നിനക്ക് കാണാൻ കഴിയും. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇൽമു കൊണ്ട് അവർ ദുന്യാവിനെ തേടൂല, ദുന്യാവിനെ അവർ ചോദിക്കൂല. മറ്റേത് ഉഖ്റവിയായ ആലിമിന്റെ അടയാളം പറഞ്ഞു. ദുന്യാവിനെ ചോദിക്കുന്ന ഞാൻ ഇത്ര ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടണം, ഇത്ര ഉണ്ടെങ്കിൽ ഞാൻ പോരുള്ളൂ, ഇത്ര ഉണ്ടെങ്കിൽ ഞാൻ പറയുള്ളൂ, ഇന്നത് വേണം, ഇന്നത് വേണം. ഇങ്ങനെ എന്തെങ്കിലും ദുന്യവിയായ ഒരു ആവശ്യത്തിന് വേണ്ടി ഇൽമിനെ ഉപയോഗപ്പെടുത്തിയാൽ അത് അവന് ദുന്യവിയായ ആലിമാണ്, ഉഖ്റവിയായ ആലിമല്ല. ഇൽമി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഇൽമുൻ അലൽ ലിസാൻ വ ഇൽമുൻ അലൽ ഖൽബ്. ഖൽബിലുള്ള ഇൽമാണ് പ്രയോജനപ്പെടുക. നാക്കിന്റെ മേലുള്ള ഇൽമ് നല്ല രസമുണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും, തേനേക്കാൾ മധുരമായിരിക്കും, പക്ഷേ അത് ഉപകരിക്കപ്പെടുകയില്ല. അതാണ് നമ്മൾ ഇൽമ കൊണ്ട് ദുന്യാവിനെ തേടാൻ പാടില്ല. പിന്നെ ഒരു ആറാമത്തെ കാര്യം, എനിക്ക് അത്യാവശ്യം എന്റെ ജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ റബ്ബുൽ ഇസ്സത്ത് തന്നിട്ടുണ്ട്. പക്ഷെ അതിനെ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്, അതിനെ പെരുപ്പിക്കാൻ വേണ്ടിയിട്ട്, കൂടുതലാക്കാൻ വേണ്ടിയിട്ട് കൈ കാണിക്കുക. എന്തൊരു വലിയ കൈറുമിൻ സുഖല, ഉയർന്ന കൈയാണ് താഴ്ന്ന കൈയേക്കാൾ ഏറ്റവും കയറ്. സുഹൃത്തുക്കളെ, ദാനം ചെയ്ത് നോക്ക്, ധർമ്മം ചെയ്ത് നോക്ക്, ഒരിക്കലും അവൻ പരാജയപ്പെടുകയില്ല. അവന്റെ സമ്പത്തിൽ നിന്നൊന്നും കുറയുകയില്ല. എത്രത്തോളത്തോളം ദാനം ചെയ്യുന്നോ അത്രത്തോളം അവന്റെ മനസ്സമാധാനം, ശാന്തി, സമാധാനം ഉണ്ടാവുകയും അവന്റെ സമ്പത്ത് അധികരിക്കുകയും ചെയ്യും. നേരെ മറിച്ച് എത്ര കണ്ട് പിടിച്ചു വെക്കുന്നോ, എത്ര കണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നോ, പ്രശ്നത്തിലാക്കുന്നോ, അവൻ എത്രമാത്രം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞുകൊണ്ട് അവൻ ഈ ദുന്യാവിൽ പരാജയത്തിന്റെ പടുകുഴിയിൽ നെരിഞ്ഞമർന്ന് ഈ ദുന്യാവ് വിട്ടുപോകേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരുത്തന്റെ രഹസ്യങ്ങൾ ഒരിക്കലും നമ്മൾ ചോദിച്ചറിയാൻ പാടില്ല. ഒരുത്തന്റെ രഹസ്യങ്ങൾ അത് ചോദിച്ച് അറിയാൻ പാടില്ലാത്ത തന്നെയാണ്. മനസ്സിലായോ? ചില ആൾക്കാർക്ക് ഉണ്ട് അങ്ങനെ. നമ്മൾ ആ വ്യക്തിയുടെ സത്യങ്ങളെ 1000 തവണ വിളിച്ചു പറഞ്ഞാലും കുറഞ്ഞ ആളുകൾ കൂടി പറയുന്ന രഹസ്യങ്ങളാണ് അംഗീകാരത്തിൽ വരിക എന്ന് നമ്മളെ ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം എൻ്റെ ഒരു വചനത്തിൽ ഞാൻ വായിച്ചു കേട്ടു. ഒരു വ്യക്തി അവന്റെ സത്യത്തെ 1000 തവണ വിളിച്ചു പറഞ്ഞാലും രഹസ്യമായി നടക്കുന്ന ചില കുതന്ത്രങ്ങളും ചർച്ചകളുമായിരിക്കും അംഗീകാരമായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളോട് ചോദിക്കാൻ പാടില്ല. എല്ലാം അള്ളാന്റെ അടുക്കൽ തവക്കലാക്കാം. എനിക്കിപ്പോൾ ഒരു ആവശ്യമുണ്ട്, ആ ആവശ്യം നിറവേറ്റി തരുന്നവൻ ആരാ? അള്ളയാണ്. മുസബിബുല സ്വകാര്യ കാരണങ്ങൾ കൊണ്ട് കാര്യങ്ങൾ നേടിത്തരുന്നവനാണ്. അപ്പൊ നമ്മൾ എത്ര ആൾക്കാർ ചോദിക്കാതെ അവർക്ക് ഇത് മതി, ഇനി കൊണ്ടുവരണ്ടെന്ന് പറയാ ചില ആളുകൾ. ഇന്ത്യയുടെ സാധനങ്ങൾ അതെന്താണ്? അവരുടെ ആത്മവിശ്വാസം, അവരുടെ തവക്കലും, അവരുടെ ഇഖ്ലാസും, അവരുടെ റബ്ബുമായി കൊണ്ട് അവരുടെ റബ്ബുമായി കൊണ്ടുള്ള മുനാജാത്താണ് ഇതിനൊക്കെ കാരണം. അവരുടെ ആ യഖീന്, അവരുടെ സംരക്ഷിച്ച റബ്ബാണ് എവിടെയും സംരക്ഷിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു മഹ്ലൂക്ക്, ഒരു മനുഷ്യൻ, കുടുംബം ആരായാലും ശരി നമ്മളെ രക്ഷിക്കാൻ ഉണ്ടാകുകയില്ല. തനിക്ക് താൻ മാത്രമാണ്. അവിടെ ഹർഹാമില് മൃഗാശയത്ത് ഒറ്റക്കായതുപോലെ ഖബറിൽ ഒറ്റക്കാണ്, യാത്രയാക്കുന്നത് ഒറ്റക്കാണ്, ഹിസാബ് നേരിടുന്നത് ഒറ്റക്കാണ്. അതുപോലെ ബാക്കിയുള്ളതെല്ലാം തനിച്ചാണ്. ഇവിടെയും തനിച്ചാണ്. അല്ലേ? നമ്മൾക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ഇപ്പോ ഒരു അത്യുഗ്രമായ ഒരു രോഗം പിടിപെട്ടിട്ട് ഞാൻ ഒരു വ്യക്തിയെ, ഒരു കുട്ടിനെ, കാരണം അത് മാരകമായ രോഗമാണ്. ആ മാരകമായ രോഗം പുറത്തേക്ക് അയച്ചു വിട്ടു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളിലേക്കും പകരും എന്നതുകൊണ്ട് അതിനെ പിടിച്ച് 2 ഭാഗത്തേക്കും കട്ടിലിൽ കെട്ടിയിട്ട് ഈ കുട്ടി അതിൽ കിടന്ന് പിടഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച കണ്ടാൽ ആരുടെയും കണ്ണു നിറയും. തൻ്റെ ഉറ്റവരും ഉടയവരും കൂട്ടക്കാര് മാതാപിതാക്കൾ മുഴുവനും ഒരു റൂമിൽ ടടച്ച കുട്ടിയുടെ ചുറ്റുഭാഗത്തു നിന്ന് കരയുകയാണ്. കരഞ്ഞ് ആർത്ത് വിളിച്ച് കരയുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. തനിക്ക് താൻ മാത്രമാണ് എന്നുള്ള ബോധം നമ്മൾക്ക് എപ്പോഴും വേണം. എല്ലാവരും അവർ സഹായിക്കാണ്ട്, ഇവർ സഹായിക്കാണ്ട്, ആരും നമ്മളെ സഹായിക്കാണ്ടാകുകയില്ല. ഖാലിഖായ ഉടമസ്ഥനായ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടോ അത് റബ്ബിന്റെ മുമ്പിൽ മാത്രം വെക്കുക. നമ്മൾ പറഞ്ഞത് ബുനയ്യ ആദമ ഹാജത്തൻ,
ആദം സന്തതികളോട് തീർച്ചയായും നീ ഒന്നും തന്നെ ചോദിക്കണ്ട. വസിലില്ലതി ഒരുത്തനോട് ചോദിച്ചോ. അപവാബഹൂലാത്ത ഹിജബു, എൻ്റെ വാതിലെ ആ റഹമത്തിന്റെ കവാടം, ആ ചോദിക്കാനുള്ള ആ ഭാഗം എപ്പോഴും തുറന്നിട്ടതാ. എന്നാ അള്ള ദേഷ്യപ്പെടല്ല. അള്ളാഹു സുആലഹു, ചോദിക്കുന്നവൻ ചോദിച്ചില്ലെങ്കിലാണ്, അള്ളാഹിനോട് ചോദിച്ചില്ല അള്ളാഹ് ദേഷ്യം ഉണ്ടാകുക. മനുഷ്യനോട് ചോദിച്ചാലോ അബുനയ്യ ആദമ ഹീന വബുനയ്യ ആദമ ഹീന യുസ്അലു യഗ്ളബു, മനുഷ്യനോട് ചോദിച്ചാലൊക്കെ മനുഷ്യന്മാര് ദേഷ്യപ്പെടും. അപ്പൊ അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹിലേക്ക് തവക്കലാക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത് എത്ര കാര്യങ്ങൾ പറഞ്ഞു? ഈ 5-6 കാര്യങ്ങൾ അള്ളാഹിന്റെ വജഹി വിചാരിച്ചിട്ട് ഒരു മനുഷ്യന്റെ മുമ്പിൽ ചെന്ന വിഷയം നമ്മൾ അവതരിപ്പിക്കാൻ പാടില്ല. രണ്ടാമത്തത് അധികാരത്തെ നമ്മൾ ചോദിക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? സ്ഥാനമാനങ്ങൾ നമ്മൾ ചോദിച്ചാൽ അള്ളാഹുക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്. മറ്റൊരു 4-മത്തെ കാര്യം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ്. ഈ കിട്ടിയ ഇൽമ കൊണ്ട് എന്ത് ഇൽമയാലും ശരി, ആ കിട്ടിയ ഇൽമ കൊണ്ട് മറ്റ് ദുന്യാവിനെ തേടുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇൽമ കൊണ്ട് ദുന്യാവിനെ തേടുക, അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് ഞാൻ പറഞ്ഞില്ല. അതുപോലെ സമ്പത്ത് വരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് അവരുടെ സമ്പത്തിനെ ആവശ്യപ്പെടുക. അതുപോലെ മറ്റൊരുത്തൻ്റെ രഹസ്യങ്ങൾ ചിഴഞ്ഞ് അന്വേഷിക്കുക, കുടുംബത്തിൻ്റെതായാലും അല്ലാത്തതായാലും ഒക്കെ. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ പാടാത്ത കാര്യങ്ങളാണ്. അതിൽ നമുക്കുള്ള ഹക്കടപാടുകൾ നമ്മൾ ചോദിക്കേണ്ട, നമ്മൾ പറയേണ്ട എന്നല്ല. ചോദിക്കേണ്ടത് ചോദിക്കണം, ചോദിക്കേണ്ടാത്തോടത്ത് ചോദിക്കണം, ചോദിക്കേണ്ടത് ചോദിക്കേണ്ടവരോട് ചോദിക്കുന്ന രീതിയിൽ ചോദിക്കണം. ഇതാ പറഞ്ഞതിലൊക്കെ പോയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വാലിഹ്യങ്ങൾ മുത്തഖീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് വരട്ടെ. അവരുടെയും നമ്മളുടെയും എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് തരട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചു പോയ നിരവധി ആളുകളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഉൾപ്പെടുത്തി തരുന്ന റഹ്മാനെ മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ബന്ധപ്പെട്ട കൂട്ടുകുടുംബാദികൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി തരുന്ന റഹ്മാനായ റബ്ബേ, അർശിനെ തണലിട്ട് കൊടുക്കുന്ന ദിവസം ഞങ്ങളുടെ ബന്ധപ്പെട്ടവർക്കും വസിയത്ത് ചെയ്തവർക്കൊക്കെ അർശിന്റെ തണൽ നൽകണേ റഹ്മാനായ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ നാദാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും.